ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് മേഘയും പ്രിയയും നന്നായിട്ട് ഉറങ്ങാണ്ട് കിടന്നിട്ട്. അതേസമയം പെട്ടെന്ന് തന്നെ പ്രിയ എഴുന്നേറ്റില്ല, ഉറക്കിൽ തന്നെ പറയാണ് വീട് വീട്. അപ്പോൾ തന്നെ മേഘയുടെ കണ്ണ് തുറന്നു. മേഘ ശ്രദ്ധിക്കുകയാണ് എന്താ പ്രിയ പറയുന്നതെന്ന്. അപ്പോൾ പ്രിയ വീണ്ടും പറയാണ് വീട് വീട്, എന്നെ വീട്, എനിക്ക് അമ്മയുടെ അടുത്ത് പോകണം, എന്നെ വിടാൻ, എന്നെ രക്ഷിക്കമ്മേ, എന്നെ രക്ഷിക്കമ്മേ, എനിക്ക് അമ്മയുടെ അടുത്ത് പോകണം. അപ്പം തന്നെ മേഘ എഴുന്നേറ്റ്. മേഘ ലൈറ്റിട്ട് പ്രിയയുടെ അടുത്തേക്ക് വന്നു. അപ്പോൾ പ്രിയ വീണ്ടും പറയാണ് എന്നെ വീട്, എന്നെ രക്ഷിക്കമ്മേ, എന്നെ വീട്, എനിക്കെൻ്റെ അമ്മയുടെ അടുത്ത് പോകണം, എന്നെ വീട്. അപ്പോൾ പ്രിയ പറയുന്ന സമയത്ത് മേഘ വിളിക്കുകയാണ് പ്രിയ, മോളെ പ്രിയ, 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 എന്താ മോളെ? അമ്മേ അമ്മേ, എന്നെ രക്ഷിക്കമ്മേ. പ്രിയേ ഇങ്ങോട്ട് നോക്കും മോളെ. എന്താടാ, എന്ത് പറ്റി? എന്തിനാ മോളിങ്ങനെ കരയുന്നേ? എനിക്ക് വല്ലാതെ പേടിയാവുന്നമ്മേ. അയാളുടെ കയ്യിൽ നിന്നും എന്നെ രക്ഷിക്കമ്മേ. ഇല്ല ഇല്ല മോളെ, ഒന്നുമില്ല. എന്നിട്ട് മേഘ മനസ്സിൽ ചിന്തിക്കുകയാണ് അയ്യോ, കുഞ്ഞ് വല്ലാതെ പേടിച്ചല്ലോ. ഫ്രണ്ടല്ലേ എന്ന് കരുതി വിശ്വസിച്ച് പോയതിന് ആ വൃത്തികെട്ടവൻ ഇങ്ങനെ ചെയ്തല്ലോ. മേഘ നെറ്റിയിലൊക്കെ തൊട്ട് നോക്കുന്ന സമയത്ത് നല്ല ചൂടുണ്ട്. അപ്പം മേഘ പറയാണ് അയ്യോ, കുഞ്ഞിന് പേടിച്ച് പനി വന്നല്ലോ. അമ്മ മരുന്ന് തരാം, കഴിക്കണേ, നാളെ ശരിയായിക്കോളും കേട്ടോ. ശരിയമ്മേ. അപ്പോഴേക്കും മേഘ ഗുളിക കൊണ്ടുവന്ന് അവൾക്ക് കൊടുത്തു. മേഘ മരുന്നും വെള്ളവും ഒക്കെ കൊടുത്തു പ്രിയയെ ആശ്വസിപ്പിച്ചു. എന്നിട്ട് പ്രിയ പറയാണ് അമ്മേ, എനിക്ക് വല്ലാതെ പേടിയാവുന്നമ്മേ. ഏയ്, അമ്മയില്ലേ കൂടെ, പേടിക്കണ്ട കേട്ടോ. അമ്മയെ കെട്ടിപ്പിടിച്ചുറങ്ങിയാൽ എല്ലാം ശരിയായിക്കോളും കേട്ടോ. കേട്ടോ? ശരിയമ്മേ. അമ്മയെ കെട്ടിപ്പിടിച്ചോ എന്ന് പറഞ്ഞ് മേഘ അവൾക്ക് പുതപ്പൊക്കെ പുതച്ചു കൊടുത്ത് നന്നായിട്ട് കെട്ടിപ്പിടിച്ചിട്ട് കിടത്തി ഉറക്കി. മോളെ കെട്ടിപ്പിടിച്ച് കിടന്ന മേഘ മനസ്സിൽ ചിന്തിക്കാണ് മോള് ഒരുപാട് ഭയന്ന് പോയിട്ടുണ്ടല്ലോ. പിന്നെ കാണിക്കുന്നത് ക്ഷേത്രത്തിൽ ജ്യോതി വന്ന് പ്രാർത്ഥിക്കുന്നതാണ്. പൂജാരി ചോദിക്കുകയാണ് വരൂ മേഡം, ആരുടെ പേരിലാണ് അർച്ചന? വാസു എന്ന പേരിലാണ് ചെയ്യേണ്ടത്. എന്താണ് നക്ഷത്രം? കുംഭം രാശിയിൽ ചതയം നക്ഷത്രം. കുംഭം രാശി ചതയം നക്ഷത്രം എന്ന് പറഞ്ഞ് പൂജാരി അകത്തേക്ക് പോയി. പൂജാരി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അതിൻ്റെ പൂജ നടത്തിയ സാധനങ്ങളൊക്കെ കൊടുത്തു. ഇതാ മേഡം, വാങ്ങിച്ചോ. ജ്യോതി അതൊക്കെ കഴിഞ്ഞ് തിരിയുന്ന സമയത്താണ് വാസുവിനെ കാണുന്നത്. വാസുവിനെ കണ്ടപ്പോൾ തന്നെ നല്ല സന്തോഷമായി ജ്യോതിക്ക്. ജ്യോതി പറയാണ് നിങ്ങൾക്ക് 100 ആയുസ്സാ. ഇപ്പം ഞാൻ നിങ്ങളെക്കുറിച്ച് വിചാരിച്ചതേ ഉള്ളൂ. ശരി, എനിക്ക് കുറച്ച് സംസാരിക്കണം. കുറച്ചെന്തിനാ, ഒരുപാട് സംസാരിക്കാം, വാ. അപ്പോൾ വാസു പറയാണ് ഏയ്. വാസുവിൻ്റെ മുഖം കണ്ട് ജ്യോതി ചോദിക്കുകയാണ് എന്താ വല്ലാണ്ടിരിക്കുന്നേ? സിദ്ധു നിങ്ങളെ ഭീഷണിപ്പെടുത്തിയോ? അതെ. എന്താ അവൻ പറഞ്ഞത്? ഇനി ഞാൻ നിന്നോട് സംസാരിക്കാൻ പാടില്ല, നിന്നെ കാണാൻ പാടില്ല, ഞാനും നീയും തമ്മിൽ യാതൊരു ബന്ധവും പാടില്ലെന്ന് സ്ട്രിക്റ്റായി പറഞ്ഞിരിക്കുന്നു അവൻ. അവൻ പറഞ്ഞാൽ നമ്മളെല്ലാം അവസാനിപ്പിക്കണോ? അവനോട് പറ്റില്ലെന്ന് പറഞ്ഞേക്ക്. വെറുതെ ഇരിക്കും ജ്യോതി. ഞാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ അവൻ പോയി എല്ലാ പ്രശ്നങ്ങളും ജാനകിയോട് പറഞ്ഞു കൊടുക്കില്ലേ? പിന്നെ എല്ലാ പ്രശ്നങ്ങളും ജാനകി പ്രശ്നമാക്കില്ലേ? ഇതേ നോക്ക്, ആകെ നനഞ്ഞു. ഇനി കുട പിടിക്കുന്നതിനാ? നിങ്ങളെ വൈഫ് സത്യം അറിയട്ടെ, അവരെന്ത് ചെയ്യാനാ? നിങ്ങൾ ആരെയായി പേടിക്കുന്നേ? അപ്പോൾ വാസു ജ്യോതി, നിനക്ക് നിൻ്റെ ചേട്ടനല്ലാതെ മറ്റാരുമില്ല. പക്ഷേ എന്നെ വിശ്വസിച്ച് ഒരു കുടുംബമുണ്ട്. നിന്നെപ്പോലെ എടുത്തു ചാടി എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല. വിവാഹപ്രായമെത്തിയ ഒരു മകളെനിക്കൊണ്ട് ജ്യോതി. അവളുടെ ജീവിതത്തെ ഇത് ബാധിക്കാൻ പാടില്ല. അതുകൊണ്ട് ഇത്രയും കാലം ഞാൻ ക്ഷമയോടെ ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ മകൻ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ എന്നോട് സംസാരിക്കുന്നതും ഇടപഴകുന്നതും നിർത്താൻ പോവുകയാണോ? വാസു അവിടെ നിന്ന് ആലോചിക്കുകയാണ്. അതേസമയം ജ്യോതി പറയാണ് നോക്ക്, ഞാൻ പറയുന്നത് പോലെ ചെയ്തോ. നിങ്ങളും ഞാനും ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുന്നുവെന്ന് ജാനകിയോട് പോയി പറയേ. വാസു പെട്ടെന്ന് ഏയ് ജ്യോതി, എന്നിട്ട് അവരെ ഡിവോഴ്സ് ചെയ്തേക്ക്. നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ജീവിക്കാം. ജ്യോതി, നീ എന്താ കളിക്കുകയാണോ? ഞാൻ ജാനകിയെ ഡിവോഴ്സ് ചെയ്യുന്നുവെന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടുകാർ എന്നെ വെറുതെ വിടുവോ? നോക്ക്, അല്ലെങ്കിൽ തന്നെ ജാനകിയുടെ ചേട്ടൻ മഹേന്ദ്രൻ എന്നോട് ആവശ്യത്തിൽ കൂടുതൽ ദേഷ്യത്തിലാണ്. എനിക്ക് നീയുമായിട്ട് ഇങ്ങനെ ഒരു ബന്ധമുണ്ടെന്ന് അയാളെങ്കിലും അറിഞ്ഞാൽ എന്നെ ആ നിമിഷം തല്ലിക്കൊല്ലും. ഇന്ന് ചിലപ്പോൾ ചേട്ടനും അനിയത്തിയും പിണക്കത്തിലായിരിക്കും. പക്ഷേ അവർക്കിടയിൽ വളരെ ശക്തമായ സ്നേഹമുണ്ട്. സ്വന്തം അനുജത്തിക്കൊരു പ്രശ്നം വന്നാൽ മഹേന്ദ്രൻ വെറുതെ ഇരിക്കില്ല. അപ്പോൾ എന്നെ ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ ജാനകിയുടെ കൂടെ ജീവിക്കാൻ പോവാണോ? അതെ, നോക്ക് ജ്യോതി, കുറച്ച് ദിവസത്തേക്ക് അങ്ങനെ പറ്റൂ, പ്ലീസ്.
നീ എൻ്റെ അവസ്ഥയൊന്ന് മനസ്സിലാക്ക്. സിദ്ധു എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ എവിടെയൊക്കെ പോകുന്നു, ആരോടൊക്കെ സംസാരിക്കുന്നു എന്നൊക്കെ അറിയാൻ അവൻ്റെ പിന്നാലെ തന്നെയുണ്ട്. ഞാൻ നിന്നോട് വീണ്ടും സംസാരിക്കുന്നുണ്ട് എന്ന് അവൻ അറിഞ്ഞെന്ന് തന്നെ വെച്ചോ. പിന്നെ അക്കാര്യം ഉടനെ ജാനകി അറിയും. ഇനി എനിക്ക് ഇടയ്ക്കിടയ്ക്ക് നിന്നെ കാണാനും സംസാരിക്കാനും വരാൻ പറ്റില്ല. നിങ്ങൾ വന്നില്ലെങ്കിലും സാരമില്ല, മാസം മാസം എനിക്ക് ചിലവിന് തരുന്ന പൈസ തന്നേക്ക്. അത് തന്നില്ലെങ്കിലുണ്ടല്ലോ, ഞാൻ തന്നെ വന്ന് ജാനകിയോട് ഞാനും നിങ്ങളും ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുന്നുണ്ട് എന്നുള്ള കാര്യം അറിയിക്കും. ഏയ് ജ്യോതി, നീ എന്തായി പറയുന്നേ? എന്തിനാ ജ്യോതി നീ ആവശ്യമില്ലാതെ ഇതൊക്കെ സംസാരിക്കുന്നത്? എനിക്ക് നിങ്ങളല്ലാതെ വേറെ ആരാ പിന്നെയുള്ളത്? എനിക്ക് നിങ്ങളില്ലാതെ പിന്നെ ഞാൻ എന്താ ചെയ്യുക? നോക്ക് ജ്യോതി, എൻ്റെ തല പണയം വെച്ചായാലും മാസാമാസം നിനക്ക് തരേണ്ട പണം ഞാൻ കൊണ്ടുവന്ന് എത്തിച്ചേക്കാം. ദയവ് ചെയ്ത് എൻ്റെ വീട്ടിലേക്കൊന്നും നീ വരരുത്. ഞാൻ പോവാ. ശരി. അപ്പോൾ പിന്നാലെ പോയിട്ട് ജ്യോതി വിളിക്കാണ്, വാസു. ജ്യോതി അല്പനേരം അവിടെ തന്നെ ചിന്തിച്ച് നിന്നുകൊണ്ട് അതിനുശേഷം വീട്ടിലേക്ക് പോയി. എന്നെ കാണിക്കുന്നത് ചന്ദ്രികയെയും മലരിനെയാണ്. മലരി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ചന്ദ്രിക ഡ്രസ്സൊക്കെ എടുത്ത് മടക്കി വെക്കാണ്. അമ്മേ, നാളെ എനിക്ക് സ്കൂളിൽ പരീക്ഷയുണ്ട്. ഈ കണക്ക് ഒന്ന് പറഞ്ഞു തരുമോ? പറഞ്ഞു തരാലോ, ദാ വരുന്നു. ചന്ദ്രിക അടുത്ത് പോയിരുന്നിട്ട് പറയാണ്, ഏതാടാ? ഇതാ അമ്മേ, ഈ കണക്കാ. ഓ, ഇത് വളരെ എളുപ്പമാണല്ലോ. ചന്ദ്രിക ജ്യോതിയെ പഠിപ്പിക്കുകയാണ്. 140 എന്നൊക്കെ പറഞ്ഞ്. അപ്പോഴാണ് ലക്ഷ്മി വന്നിട്ട് പറയുന്നത്, ചന്ദ്രികെ, സിദ്ധു നിന്നോട് പെട്ടെന്നൊന്ന് വരാൻ പറഞ്ഞു. ആണോ അമ്മേ? ആ ശരി. മലർ, ഇപ്പോൾ ഇത്രയും ചെയ്. അമ്മ പോയിട്ട് വന്നിട്ട് ബാക്കി പറഞ്ഞുതരാം. വേഗം വരാവേ. അപ്പോഴേക്കും മലറിൻ്റെ മനസ്സ് മാറുകയാണ്. പിന്നെ സിദ്ധു ഫോൺ ചെയ്ത് ചോദിക്കുകയാണ്, ശരി, എത്ര സ്റ്റോക്ക് വന്നിട്ടുണ്ട് എന്നൊക്കെ സംസാരിക്കുകയാണ്. അപ്പോഴേക്കും ചന്ദ്രിക അവിടെ എത്തി. അപ്പോൾ കസ്റ്റമറുടെ അടുത്ത് സംസാരിച്ചതിന് ശേഷം സിദ്ധു പറയാണ്, ചന്ദ്രികയെ സാർ, മുംബൈയിൽ നിന്നും നമ്മളെ ക്ലയൻറ്റ് ഫോൺ ചെയ്തിരുന്നു. അവർക്ക് നീ നേരത്തെ ചെയ്തു വെച്ച ഡിസൈൻസൊക്കെ ഉണ്ടല്ലോ, അത് ഞാൻ ഫോർവേഡ് ചെയ്ത് കൊടുത്തു. ആ ഡിസൈൻസ് എല്ലാം അവർക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്ന്. എന്നാലും നീ കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്ത് അയക്കാൻ പറഞ്ഞു. അതുകൊണ്ട് നീ അതൊക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്ത് തന്നാൽ നമുക്ക് വേഗം തന്നെ ഫോർവേഡ് ചെയ്ത് കൊടുക്കാം. മാത്രമല്ല, ഈ ഡിസൈൻ ഒന്ന് അപ്രൂവലായി കിട്ടിയാൽ നമുക്കിനി വേറൊരു പ്രൊജക്റ്റ് കൂടി കിട്ടും. ശരി സാർ, ഞാൻ വരയ്ക്കാം. ശരി, ഇരിക്കെ, ഞാൻ എല്ലാം എടുത്തു തരാം. ചന്ദ്രിക അവിടെ എല്ലാം വരയ്ക്കാനായി റെഡിയായിരിക്കുകയാണ്. അപ്പോഴേക്കും സിദ്ധുവിന് ഫോൺ വന്നു. അപ്പോൾ സിദ്ധു ചന്ദ്രികയോട് പറയാൻ, ചന്ദ്രികയെ, നീ വരച്ചു തുടങ്ങിക്കോ. പറയൂ സാർ. ശരി സാർ, അത് ഓക്കെയാണ്. സാർ നോക്കിയിട്ട് പറഞ്ഞാൽ മതി. ചന്ദ്രിക അവിടെ വരയ്ക്കാനായി റെഡിയായിരിക്കുകയാണ്. അപ്പോഴാണ് മലർ ഇവിടുന്ന് ചിന്തിക്കുന്നത്. മലർ കയ്യിലുള്ള പുസ്തകമൊക്കെ അടച്ചു വെച്ചിട്ട് ചന്ദ്രികയുടെ അടുത്തേക്ക് പോവുകയാണ്. മലർ പോയി ദേഷ്യത്തോടെ ചന്ദ്രികയെ നോക്കുകയാണ്. അമ്മേ, എന്താ മലർ? എനിക്ക് കണക്ക് പറഞ്ഞു തരാൻ പറഞ്ഞപ്പോൾ ഇവിടെ ഇരുന്ന് വരച്ചുകൊണ്ടിരിക്കുകയാണോ? എന്താ ചെയ്യാടാ? സിദ്ധു സാറ് ഉടനെ ഈ ചിത്രം വരച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. കൂട്ടിക്കേട്ടപ്പോൾ മലറിന് ഒന്നുകൂടി ദേഷ്യം വന്നു. അതാ അമ്മ വരച്ചുകൊണ്ടിരിക്കുന്നത്. നീ പോയി നിനക്ക് അറിയാവുന്ന കണക്കൊക്കെ ചെയ്യും. അറിയാത്തതൊക്കെ അമ്മ വന്നിട്ട് പറഞ്ഞു തരാം. പറ്റില്ല. ഇപ്പം തന്നെ അമ്മ എൻ്റെ കൂടെ വന്ന് പറഞ്ഞു തരണം. ദേഷ്യത്തിലായി മലർ. അമ്മ ഈ ഡിസൈൻസ് വരച്ചു തീർക്കാൻ കുറച്ച് സമയമെടുക്കടാ. വരച്ചു കഴിഞ്ഞാൽ ഉടനെ വന്ന് പറഞ്ഞു തരാം. ഇല്ല, അതൊന്നും പറ്റില്ല. ഇപ്പം തന്നെ പറഞ്ഞു തരണം. ഇപ്പം തന്നെ അമ്മ വന്ന് എനിക്ക് പറഞ്ഞു തരണം. അമ്മ വന്നാലേ ഞാൻ ഇവിടുന്ന് പോവും. പറഞ്ഞത് കേട്ടില്ലേ? വാശി പിടിക്കാതെ നീ ചെല്ല്. അമ്മ വന്നിട്ട് ബാക്കിയുള്ളത് പറഞ്ഞുതരാം. പറ്റില്ല. അമ്മ ഇപ്പം തന്നെ എൻ്റെ കൂടെ വാ. മലർ പറയുന്നത് കേൾക്ക് മോളെ. ഇപ്പോൾ അമ്മ വരുന്നുണ്ടോ ഇല്ലയോ? ഇപ്പം എനിക്ക് വരാൻ പറ്റില്ല. ചെല്ല്. മലർ പിന്നെ ഒന്നും ആലോചിച്ചില്ല. ദേഷ്യത്തോടെ അവിടെ ചന്ദ്രിക വരച്ചുകൊണ്ടിരുന്ന ആ പേപ്പർ എടുത്ത് വലിച്ച് കീറി കളഞ്ഞു. മലർ, ഏയ്, എന്തിനാ ഇപ്പം നീ അത് ചുരുട്ടിക്കൂട്ടിയത്? ഞാൻ വിളിച്ചിട്ട് അമ്മ വരുന്നില്ലല്ലോ. എന്നേക്കാൾ വലുതാണോ അമ്മയ്ക്കിത്? ദേഷ്യത്തോടെ ചന്ദ്രിക മലറിനെ അടിച്ചു. ഞാൻ കഷ്ടപ്പെട്ട് വരച്ചതാ, ഒരു നിമിഷം കൊണ്ട് നശിപ്പിച്ചില്ലേ നീ അത്? മലർ കരയാണ്. എന്നിട്ട് വിളിക്കുന്നു, അമ്മേ. വേദനിക്കുന്നു അമ്മേ. ചെല്ല്, പോയി നന്നായിരുന്ന് കരയി. മലർ കരയാണ്. അപ്പോൾ ചന്ദ്രിക, മലർ, ഈയിടെയായിട്ട് നിനക്ക് വല്ലാതെ വാശിയാ. എന്ത് സംഭവമാണ് ഇത്? ഇപ്പോൾ സിദ്ധു സാറ് വന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് മറുപടി പറയും? അപ്പം ഉടൻ തന്നെ മലർ ചോദിക്കുകയാണ്, സിദ്ധു ആണോ അമ്മയ്ക്ക് എപ്പോഴും വലുത്? സിദ്ധു പറയുന്നത് പോലെ മാത്രമേ അമ്മ കേൾക്കൂ? എനിക്ക് വേണ്ടി അമ്മ ഒന്നും ചെയ്യില്ലേ? അമ്മ ഒന്നും ചെയ്യണ്ട പോ എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ മലർ അവിടെ നിന്നും പോയി. ചന്ദ്രിക ആ പേപ്പർ എടുത്ത് കൂട്ടി യോജിപ്പിച്ചിട്ട്, എന്ത് ചെയ്യാനാ ഇനി? അറിയാതെ അടിച്ചുപോയല്ലോ. പാവം, അവളൊരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്തത് ഞാനാ.
മലർ വന്ന് ദേഷ്യത്തോടെ പുസ്തകമൊക്കെ എടുത്ത് വലിച്ചെറിയാണ്. പുസ്തകം മുഴുവനും എടുത്ത് വലിച്ചെറിഞ്ഞു അവിടെ ഒരിടത്തിരുന്ന് കരയാണ്. പിന്നെ കാണിക്കുന്നത് ജ്യോതിയെയും ചേട്ടനെയുമാണ്. അപ്പോൾ ജ്യോതി കോഫിയുമായിട്ട് വന്നിട്ട് പറയാണ്, ഇതേ ചേട്ടാ കോഫി എടുക്ക്. ചേട്ടൻ അവളുടെ മുഖം കണ്ടിട്ട് ചോദിക്കുകയാണ്, എന്താ വാസു വീട്ടിൽ വരാറില്ലേ? ഇല്ല ചേട്ടാ, ഞങ്ങളുടെ കാര്യം സിദ്ധാർത്ഥ് അറിഞ്ഞതിന് ശേഷം വാസു എന്നെ കാണാനേ വരാറില്ല. ഇന്നലെ ഞാൻ ക്ഷേത്രത്തിൽ വെച്ച് കണ്ടിരുന്നു. എന്നോടൊന്നും താല്പര്യമില്ലാത്ത പോലെ സംസാരിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയത്. എന്താ നീ പറയുന്നേ? അതെ ചേട്ടാ, അദ്ദേഹം വല്ലാതെ ഭയന്നു പോയിരിക്കുന്നു. ആ സിദ്ധാർത്ഥ് എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്നോർത്ത് അദ്ദേഹം വളരെ വിഷമത്തിലാണ്. ഇപ്പോൾ എന്ത് ചെയ്യണമെന്നാ? എൻ്റെ തലയിൽ എന്താണോ വരച്ചിരിക്കുന്നത് അങ്ങനെയല്ലേ നടക്കൂ. എന്താ നീ ഇങ്ങനെയൊക്കെ പറയുന്നേ? നിനക്ക് എന്ത് ചെയ്യണമെന്ന് പറ, ഞാനത് ചെയ്തു തരാം. എത്ര നാളെന്ന് വെച്ചാൽ ഞങ്ങളിങ്ങനെ പേടിച്ച് ജീവിക്കുന്നത്. എനിക്ക് നാട്ടുകാരറിയെ വാസുദേവൻ്റെ ഭാര്യയായി ജീവിക്കണം എന്ന ആഗ്രഹം. പക്ഷേ ആ ജാനകി ഉള്ളിടത്തോളം കാലം അത് നടക്കില്ല. ജ്യോതി പറയാണ്, ആ ജാനകി ജീവനോടെ ഇരിക്കാൻ പാടില്ല ചേട്ടാ. ജാനകി മരിച്ചാലേ വാസുദേവൻ്റെ നിയമപരമായുള്ള ഭാര്യയാവാൻ എനിക്ക് കഴിയുള്ളൂ. എന്നാലേ നമ്മൾ വിചാരിച്ചത് നടത്താൻ പറ്റൂ. ഇല്ലെങ്കിലേ ആ സിദ്ധാർത്ഥിനെ പേടിച്ച് നമ്മൾക്ക് ഇങ്ങനെ കഴിയേണ്ടി വരും. പിന്നെ ജ്യോതി ചേട്ടനോട് പറയാണ്, പിന്നെ ആ ജാനകി ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല ചേട്ടാ. ജാനകിയുടെ വിവാഹം കഴിയുന്നതിന് മുമ്പേ അവരുടെ അച്ഛൻ അവരുടെ പേരിൽ 2 കോടി രൂപയുടെ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്. എന്താ പറയുന്നേ? അതെ ചേട്ടാ, ജാനകി മരിച്ചാൽ പിന്നെ ആ പൈസ മുഴുവൻ വാസുദേവൻ്റെ പേരിലാവും. വാസുദേവനെ കിട്ടിയാൽ പിന്നെ അത് നമുക്ക് കിട്ടിയതുപോലെ തന്നെയല്ലേ. ആ ജാനകി ഒന്ന് മരിച്ചു കിട്ടിയാൽ പല രീതിയിലാണ് നമുക്ക് ലാഭം വരാൻ പോകുന്നത്. അത് കേട്ട് സഹോദരൻ പറയാണ്, ഇപ്പോഴെന്താ ആ ജാനകിയെ കൊല്ലണം, അത്രയല്ലേ ഉള്ളൂ. ധൃതി പിടിക്കല്ലേ ചേട്ടാ. ജാനകിയെ കൊന്നു കഴിഞ്ഞാൽ ഇൻഷുറൻസ് പണം കിട്ടില്ല. ഒന്നുകിൽ അവർ നാച്ചുറലായി മരിക്കണം, ഇല്ലെങ്കിൽ ആക്സിഡൻറ്റിൽ മരിക്കണം. എന്നാലേ ഇൻഷുറൻസ് തുക മുഴുവൻ കിട്ടൂ. പിന്നെ ചേട്ടാ, അവർ ആക്സിഡൻറ്റിനാണ് മരിക്കുന്നതെങ്കിൽ ഇൻഷുറൻസ് കിട്ടുന്നത് ഇരട്ടി തുകയായിരിക്കും. അങ്ങനെയാണോ? അതെ ചേട്ടാ. ശരി, നീ പറഞ്ഞതുപോലെ തന്നെ ജാനകിയെ അപകടത്തിൽപ്പെടുത്താം. എങ്ങനെയാ ചേട്ടാ? ജാനകിക്ക് നടക്കാൻ പറ്റുമായിരുന്നെങ്കിൽ അവർ തനിച്ച് പുറത്തേക്കൊക്കെ ഇറങ്ങുമായിരുന്നു. അപ്പം അവരെ വണ്ടി ഇടിച്ച് ആക്സിഡൻ്റ് ആക്കാമായിരുന്നു. പക്ഷേ അവർക്കിപ്പോൾ നടക്കാൻ പറ്റില്ലല്ലോ. വീട്ടിൽ തന്നെ ഇരിക്കുമല്ലേ. അതുകൊണ്ടെന്താ പ്രശ്നം? വീട്ടിനകത്തിരുന്നാലും അവൾക്ക് അപകടത്തിൽ മരണപ്പെട്ടൂടെ? ഇതെല്ലാം ഉണ്ട്. ഗ്യാസ് സ്റ്റൗ, ഇലക്ട്രിക് ഷോക്ക്, ഫാൻ, ഇതുപോലെ ഒരുപാടുണ്ട്. ഇതൊക്കെ ശരി ചേട്ടാ, പക്ഷേ അവരുടെ വീട്ടിനകത്ത് കയറി ഇതൊക്കെ എങ്ങനെ ചെയ്യാം? നമ്മൾ പോകേണ്ട ആവശ്യമില്ല, വേറൊരാൾ പോകുന്നു. ആരെയാ അയക്കാൻ പോകുന്നത്? ആ വീട്ടിൽ ഒരു ജോലിക്കാരി പോകുന്നു. അവർക്ക് ഒരു ജോലിക്കാരി. നമ്മളെ സംബന്ധിച്ച് അവളൊരു വാടക കൊലയാളി. സമയം നോക്കി ആ ജാനകിയെ കൊല ചെയ്യും. അതോടുകൂടി നീ പറഞ്ഞതുപോലെ ജാനകിയുടെ പേരുള്ള ഇൻഷുറൻസ് തുക മുഴുവനും വാസുദേവന് സ്വന്തമാവും. വാസുദേവന് വന്നു ചേർന്നാൽ വാസുദേവനെ നീ കല്യാണം ചെയ്ത് നല്ല സമൃദ്ധിയോടുകൂടി ജീവിക്കുക. ജ്യോതി പറയാണ് ചേട്ടനോട്, കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷം. ഇതിപ്പോൾ ചേട്ടൻ പറയുന്നത് പോലെയൊക്കെ ചെയ്യാൻ പറ്റുമോ? ഞാനുള്ളപ്പോൾ നീ എന്തിനു പേടിക്കണം? നിനക്കൊരു നല്ല ജീവിതം സമ്മാനിക്കേണ്ടത് എൻ്റെ കടമയാണ്. ഇന്നു മുതൽ 2 ദിവസത്തിനുള്ളിൽ ജാനകിയുടെ വീട്ടിൽ ജോലിക്കാരുടെ വേഷത്തിൽ അവളുടെ മരണക്കുറി എത്തും. ചേട്ടാ, ഈ കാര്യം വാസുദേവൻ അറിയാൻ പാടില്ല. നമ്മൾ 2 പേരും അല്ലാതെ മറ്റാരെങ്കിലും ഇതറിഞ്ഞാൽ വലിയ പ്രശ്നമാവും. ഇല്ല, ഞാനിത് ആരോടും പറയില്ല. ചെവി അറിയില്ല. സംഭവം നടന്നതിന് ശേഷം നമ്മൾ നമ്മുടെ ജോലി തുടങ്ങും. ശരി ചേട്ടാ. പിന്നെ കാണിക്കുന്നത് ചന്ദ്രിക മലറിന് മുടി കെട്ടി കൊടുക്കുകയാണ്. അതേസമയം ലക്ഷ്മി ഭക്ഷണമൊക്കെ ഉണ്ടാക്കുകയാണ്. മലർ വളരെ വിഷമത്തോടെയാണ് ഇരുന്നിട്ടുള്ളത്. അപ്പോൾ മുടിയൊക്കെ കെട്ടിക്കൊടുത്ത് ചന്ദ്രിക പറയാണ്, ദേ വരുന്നു. ചന്ദ്രിക ലക്ഷ്മിയുടെ അടുത്ത് നിന്ന് ഫുഡൊക്കെ വാങ്ങിച്ചിട്ട് മലറിനെ വാരി കൊടുക്കുകയാണ്. ഇതാ കഴിക്ക്. അമ്മേ, ദേ ഇതെനിക്ക് വേണ്ട, അത് വേണ്ടേ? പിന്നെ ചന്ദ്രിക മലറിന് ഷൂ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോഴാണ് ഫോൺ കോൾ വന്നത്. അപ്പോൾ തന്നെ ചന്ദ്രിക പോയി ഫോൺ എടുത്തു. ചന്ദ്രിക ഫോൺ എടുത്തിട്ട് പറയാണ്, നമസ്കാരം സാർ. അത് കേട്ട് ലക്ഷ്മിയും മഹേന്ദ്രൻ സാറും തിരിഞ്ഞു നോക്കുകയാണ്. എന്താ ചന്ദ്രികയെ, സ്കൂൾ യൂണിഫോമൊക്കെ തയ്ക്കാൻ തുടങ്ങിയോ? അതെ, മെറ്റീരിയൽസൊക്കെ വാങ്ങി സാർ. തീപിടുത്തത്തിൽ മെഷീനെല്ലാം കത്തിപ്പോയതുകൊണ്ട് തയ്യൽ മെഷീൻ റെൻറ്റിന് ചോദിച്ചിരിക്കുക. 1-2 ദിവസത്തിനുള്ളിൽ ജോലി തുടങ്ങും സാർ. എത്രയും പെട്ടെന്ന് ഡെലിവറി ചെയ്യാം. വൈകിയതിൽ ക്ഷമിക്കണം സാർ. ഇവിടെ ക്ഷമയ്ക്കൊന്നും സ്ഥാനമില്ല. ബിസിനസ് ചെയ്യുന്നവർക്ക് വാക്കാണ് പ്രധാനം. ജീവൻ പോയാലും കൊടുത്ത വാക്ക് പാലിക്കണം. ഇങ്ങനെ പോയാൽ ആര് വിശ്വസിക്കും? എൻ്റെ ഭാഗത്ത് തെറ്റുണ്ട് സാർ, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല.
ഇപ്രാവശ്യവും സാർ പ്രതീക്ഷിക്കുന്ന രീതിയിൽ തന്നെ നല്ല ഇതിൽ യൂണിഫോം തയ്ച്ചു തരാം സാർ. സംസാരത്തിൽ മാത്രം ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം? അത് പ്രവൃത്തിയിലും കാണിക്കണം. 2 ദിവസത്തിനകം ഞാൻ വന്ന് നോക്കും. എല്ലാം അപ്പോഴേക്കും തുടങ്ങിയിരിക്കണം. ഇനിയും സമയം തരാൻ പറ്റില്ല. ഞാൻ വെക്കട്ടെ. ചന്ദ്രിക അത് കേട്ട് വിഷമത്തോടെ ഇരിക്കുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അടുത്തതായി കാണിക്കുന്നത് മലർ സ്കൂൾ വിട്ട് വന്ന് ചന്ദ്രികയെ വിളിക്കുകയാണ്. അമ്മേ, മലർ, നീ എപ്പോഴാ വന്നേ? ഞാൻ എപ്പോഴേ വന്നു. അമ്മയല്ലേ ഞാൻ വന്നത് ശ്രദ്ധിക്കാതെ ആ ഫോട്ടോയും നോക്കിക്കൊണ്ടിരുന്നേ? നീയും ഞാനും സിധു സാറും ഒരുമിച്ചെടുത്ത ഫോട്ടോസല്ലേ, അതൊക്കെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതാ നോക്ക്, ഈ ഫോട്ടോയിൽ നിന്നെ കാണാൻ എന്ത് ഭംഗിയാ. പിന്നെ മലർ ആ ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ട് പോയി അതിൽ നിന്നും സിധുവിൻ്റെ ഭാഗം കട്ട് ചെയ്തു. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും അറിയിച്ച് കാണുക. അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും സീ യു ഓൾ.